അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും കോറൽ ഡ്രോയിലുള്ളതാണ് ഷേപ്പ് ടൂൾ. നമ്മൾ ഷേപ്പ് ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷേപ്പ് ടൂൾ ഉപയോഗിക്കുന്നതൊക്കെയാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന് മുന്നേ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ടൂൾസിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു, മെയിനായിട്ടുള്ള കുറച്ച് ടൂൾസിൻ്റെ പേരുകൾ പറഞ്ഞു അല്ലേ. അപ്പം അതിൻ്റെ ടൂളും അതിലുള്ളത് മെയിനായിട്ട് വരുന്ന ടൂളുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കിൽ ഇപ്പോൾ പറഞ്ഞത്. ഷേപ്പ് ടൂളിൽ ഏതൊക്കെ ടൂൾസ് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ജസ്റ്റ് നമുക്കതൊന്ന് കണ്ടിട്ട് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒന്ന് രണ്ട് ടൂൾസുകളെ പരിചയപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഡ്രോയിങ്ങുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ഈ ടൂളിൽ ഒന്നാമത്തെ ടൂളാണ് പിക് ടൂൾ എന്നാണ് നമ്മൾ പറയുക. പേജിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പിക് ടൂളിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. നമുക്കൊരു പേജിൽ കാണുന്ന ഡ്രോയിങ്സോ ലെറ്റേഴ്സോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് മറ്റൊരു സ്ഥാനത്ത് പ്ലേസ് ചെയ്യാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം പിക് ടൂളാണ്. ഒന്നാമത്തെ ടൂളും പിക് ടൂൾ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു വെറും ഡ്രോയിങ് സോഫ്റ്റ്വെയർ അല്ല, ഇതൊരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ കൂടെയാണ്. ഡിസൈനിങ്ങിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ നമുക്ക് സോഫ്റ്റ്വെയറിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളത് കോറൽ ഡ്രോ തന്നെയാണ്. കോറൽ ഡ്രോയിൽ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന ഒരു ഫയൽ കോറൽ ഡ്രോയിൽ പ്ലേസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് PDF-ൻ്റെ ഔട്ട്പുട്ട് എടുത്താൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് കോറൽ ഡ്രോ ഏറ്റവും നല്ലൊരു ഔട്ട്പുട്ട് സോഫ്റ്റ്വെയർ തന്നെയാണ്. മാത്രമല്ല ലെറ്റേഴ്സ് നല്ല ഷാർപ്പായിട്ട്, ലെറ്റേഴ്സിൻ്റെയൊക്കെ എഡ്ജ് നമ്മൾ വളരെ ഷാർപ്പായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ അത് ഞാൻ ആദ്യം പിക് ടൂളിൻ്റെ കാര്യം പറഞ്ഞു. തൊട്ടടുത്ത ടൂൾ ഷേപ്പ് ടൂളാണ്. തൊട്ടടുത്ത് കാണുന്ന ആദ്യത്തെ ടൂളാണ്. അതിൽ തൊട്ടടുത്ത് കാണുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് ടൂൾസ് കൂടെ കാണുന്നുണ്ട്. ഷേപ്പ് ടൂളിനോടൊപ്പം തന്നെ മറ്റു കുറച്ച് ടൂൾസ് കൂടെ കാണുന്നുണ്ട്. നമുക്കിവിടെ ആദ്യം നമ്മൾ പഠിക്കുന്നത് അതിൽ ഒന്നാമത്തെ ടൂളായ ഷേപ്പ് ടൂളാണ്. ഈ ഓരോ ടൂളിൻ്റെ അടുത്തൊരു ആരോ മാർക്ക് കാണാം. നമുക്ക് ആരോ മാർക്ക് തന്നിട്ടുള്ളത് ആ ടൂളിനുള്ളിൽ വീണ്ടും മറ്റു ടൂളുകളുണ്ട് എന്നുള്ളതാണ്. ഫോട്ടോഷോപ്പിൽ പോലെ തന്നെയാണ്. ഷേപ്പ് ടൂളിനകത്ത് നൈഫ് ടൂളുണ്ട്, ഇറേസർ ടൂളുണ്ട്, അതുപോലെ തന്നെ സ്മഡ്ജ് ടൂളുണ്ട്, അങ്ങനെ ഒത്തിരി റഫ് ആൻഡ് ബ്രഷ് ടൂളുണ്ട്. അങ്ങനെ ഒത്തിരി ടൂൾസ് അതിനകത്ത് തന്നെയുണ്ട്. നമുക്കതിൽ നിന്ന് ആദ്യം ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യാം. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഷേപ്പ് ടൂളിനെ കുറിച്ചാണ്. അപ്പോൾ ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഒന്നിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം എന്തെങ്കിലും ഒന്ന് ഡ്രോ ചെയ്യണം, ഒന്ന് വരയണം. വരഞ്ഞാൽ മാത്രമേ നമുക്കതിനെ ഷേപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഷേപ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് എഡിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഷേപ്പ് ടൂൾ ഉപയോഗിക്കണമെങ്കിൽ ഒരു ഡ്രോയിങ്സിനകത്ത് വരണം. ഇപ്പം ഞാൻ ഒരു ഡ്രോയിങ് വെറുതെ ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഹാൻഡ്, ഈ ഷേപ്പ് ടൂളിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹാൻഡ് ടൂളും അതിനകത്ത് സൂം ടൂളും ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ഒരു ടൂൾ സെക്ഷനുണ്ട്. അതിൽ ഒന്നാമത്തെ ടൂൾ ഫ്രീ ഹാൻഡ് ടൂളാണ്. നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു ലൈൻ പോലെ നമുക്കത് ലൈൻ പോലെ കിട്ടുക എന്ന്, വീണ്ടും ആ ടൂളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കാം. എത്ര ലൈൻസ് വേണമെങ്കിലും വരച്ചുകൊണ്ടേയിരിക്കാം. നമുക്ക് വരച്ചാൽ പോരാ, നമുക്കതിനെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഷേപ്പ് ടൂളാണ്. ഷേപ്പ് ടൂൾ എടുത്തിട്ട് ഈ ലൈനിൻ്റെ പുറത്തൊന്നുകൂടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ആങ്കർ പോയിന്റുകളുണ്ട്. നമ്മൾ ഫോട്ടോഷോപ്പിൽ പഠിച്ചതുപോലുള്ള കിട്ടിയതുപോലുള്ള ആങ്കർ പോയിന്റുകൾ ഇവിടെയും ഉണ്ട്. ഈ ആങ്കർ പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ നിന്നും വീണ്ടും 2 സെലക്ഷൻ നോഡുകൾ നമുക്ക് കിട്ടും. ഓരോ ആങ്കർ പോയിന്റിനും 2 സെലക്ഷൻ നോഡുകൾ വീതം കിട്ടിക്കൊണ്ടിരിക്കും. ഈ ആങ്കർ പോയിന്റുകൾ ഉപയോഗിച്ചാണ് നമ്മളിതിനെ തിരിക്കുകയും വളയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ലൈനിനെ. നമുക്ക് ആദ്യം ഈ ലൈനിനെ ഒന്ന് തിരിച്ചു നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഷേപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു ആങ്കർ പോയിന്റിൻ്റെ ഒരു നോഡിൽ ക്ലിക്ക് ചെയ്ത് ഇതെങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് നമുക്കിതിനെ വളച്ചും തിരിച്ചുമൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. മാത്രമല്ല അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ ആ ആങ്കർ പോയിന്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ പ്ലേസ് ചെയ്യാനും പറ്റും. അങ്ങനെ മൾട്ടി പർപ്പസിൽ നമുക്ക് ഷേപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാം. അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് കർവായിട്ടുള്ള ലൈൻസാണ് കാണുന്നത്. നമ്മളൊരു ആങ്കർ പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. ആ ആങ്കർ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കർവുകളായിട്ടാണ് ലൈൻസ് കാണുന്നത്. എന്നാൽ നമുക്കതിനെ കർവ് മാറ്റിയിട്ട് സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റണമെങ്കിൽ അതിന് ഓപ്ഷൻ ബാറിൽ നോക്കുക. ഈ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓപ്ഷൻ ബാറിൽ നമ്മൾ നേരത്തെ പേജിൻ്റെ സൈസൊക്കെ സെറ്റ് ചെയ്ത് ആ ഓപ്ഷൻ ബാറിലേക്ക് നോക്കുക. അവിടെ ഇതിൻ്റെ ഓപ്ഷൻസ് കാണാൻ പറ്റും. അവിടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഓപ്ഷൻ കാണാം. കൺവെർട്ട് കർവ് ടു ലൈൻ എന്നാണ് അതിനെ കാണുന്നത്.
നമ്മൾ മൗസ് വെറുതെ ആ ടൂളിൻ്റെ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആ ഓപ്ഷൻ്റെ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും കൺവേർട്ട് കർവ് ടു ലൈൻ. കർവിൽ നിന്ന് ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതുപോലെ പേജിൽ വരച്ചിരിക്കുന്ന ലൈൻസിനെ ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ ആ ആങ്കർ പോയിന്റിൻ്റെ നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടാൽ നമുക്ക് കർവ് ചെയ്യാൻ പറ്റുന്നില്ല, നോഡ് ചെറുതായി വരുന്നുണ്ട്, അവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയി കഴിഞ്ഞു. ഇനി അടുത്ത നോഡിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക, അതായത് ഈ താഴെ കാണുന്ന നോഡിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ സ്ട്രെയിറ്റ് ലൈനിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത ലൈനും സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്ന ഓരോ നോഡുകളിലും ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ബാക്കിലോട്ട് നിൽക്കുന്ന ലൈൻസ് കർവ് ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറും. അതിലേക്കുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിനെ നമുക്ക് വീണ്ടും കർവ് ലൈനാക്കി മാറ്റണം. തൊട്ടടുത്ത് കാണുന്നൊരു ഓപ്ഷൻ ഉണ്ട്, കൺവെർട്ട് ലൈൻ ടു കർവ്. ലൈനിനെ കർവിലേക്ക് മാറ്റുക. സെലക്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ആദ്യത്തെ ആ സെലക്ഷൻസ് ക്ലിക്ക് ചെയ്തു, ആദ്യത്തെ നോഡിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഈ കൺവെർട്ട് ലൈൻ ടു കർവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ആ ലൈനിൻ്റെ പുറത്ത് 2 നോഡുകൾ നമുക്ക് അകത്തേക്ക് ലഭിച്ചിട്ടുണ്ട്. ആ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിനെ നമുക്ക് കർവാക്കി മാറ്റാൻ കഴിയും. ഇതാണ് കർവ് ടു ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾ ലോഗോ ഡിസൈനിങ്ങും അതുപോലെ തന്നെ മറ്റു ഡ്രോയിങ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു തുടർന്നുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ തൊട്ട് അടുത്തായിട്ട് വീണ്ടും ഒരു ഓപ്ഷൻ കാണാം, മേക്ക് നോഡ് എ കസ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ ഓപ്ഷൻ്റെ പ്രത്യേകത, ഞാൻ ഇതിനെയും കൂടെ ഈ ലൈനിനെയും കൂടെ കർവാക്കുകയാണ്. ഇനി ആദ്യത്തെ സെലക്ഷൻ വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അത് ആങ്കർ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. അതുപോലെ ആങ്കർ പോയിന്റുകൾ നമുക്കിവിടെ വേണമെങ്കിൽ കൂട്ടുകയും, എത്രത്തോളം നമ്മൾ ഈ ഓരോ പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ആങ്കർ പോയിന്റുകൾ ഇങ്ങനെ കൂടി വരും. ഇങ്ങനെ കർവുകളും ലൈനും ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് അവിടെ ആ ഓപ്ഷൻ ബാറിൽ കാണുന്നത്. അതിൽ ഓരോ ഓപ്ഷനും അതിൽ കാണുന്നത് പോലെ തന്നെയാണ് വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓപ്ഷനിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഈ ഒന്നാമത്തെ ടൂളായിട്ട് ഞാൻ പറയുന്ന ഫ്രീ ഹാൻഡ് ടൂൾ എന്ന് പറയുന്ന ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വരച്ച ഒരു ലൈനിനെ ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇത്തരത്തിൽ കുറേ ലൈൻസുകളൊക്കെ വരച്ചിട്ട് പല പല ഷേപ്പിലേക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക. നമുക്കിവിടെ വേണ്ടാത്ത നമ്മളിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കിതിന് ആങ്കർ പോയിന്റുകൾ, ഇപ്പോൾ ആങ്കർ പോയിന്റുകൾ ഇവിടെ വേണ്ടെങ്കിൽ ഇത് ഈ ആങ്കർ പോയിന്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആങ്കർ പോയിന്റുകൾ പോകും. ഇനി അവിടെ തിരിച്ച് വേണമെങ്കിൽ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്താൽ അവിടെ ആങ്കർ പോയിന്റുകൾ നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലുള്ള ലൈൻസ് വരച്ചിട്ട് കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക. ആ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ ഓപ്ഷൻസും ഓരോന്നായിട്ട് നോക്കുക. അത്യാവശ്യം ഒരു 2, 3, 4, 5 ഓപ്ഷൻസ് നിങ്ങൾ നോക്കി വയ്ക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാം. ആ 5 ഓപ്ഷനിലും വരുന്ന കർവുകളെക്കുറിച്ച് ലൈനിനെ കുറിച്ചുള്ള ഓപ്ഷൻസ് ആണ്. അത്രയും ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ നമ്മൾ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റെഡി ആവുള്ളൂ. തിയറി മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവണമെന്നില്ല. നമ്മളത് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നാലും നിങ്ങൾ ആ വീഡിയോ കാണാം. വീട്ടിൽ സിസ്റ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കോറൽ ഡ്രോ വേണം കേട്ടോ. ലാപ്പിൽ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ നമ്മൾ അടുത്ത് പറഞ്ഞത് ഏതാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ടോപ്പിക്കിൽ വരുന്നത് ഷേപ്പ് ടൂളാണ്. അപ്പോൾ ഷേപ്പ് ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ടൂളുകളുണ്ട്. അതിൽ റെക്റ്റാങ്കിൾ, എലിപ്സ്, സ്പൈറൽ ടൂള്, സ്റ്റാർ, ഗ്രാഫ് പേപ്പർ, അങ്ങനെ നമുക്ക് ഒരുപാട് ടൂളുകൾ നമുക്ക് ഷേപ്പ് ടൂളിലുണ്ട്. ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് നമ്മൾ സ്മാർട്ട് ഡ്രോയിങ് ടൂൾ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു, നമ്മൾ ഫ്രീ ഹാൻഡിൽ വരച്ചു, സാധാരണ കൈ കൊണ്ടൊന്ന് നമ്മളൊരു ഷേപ്പിൽ വരച്ചു. പക്ഷേ അത് എന്ത് ചെയ്യും, അതിൽ ഫ്രീ ഹാൻഡിൽ വരയ്ക്കുമ്പോൾ നമുക്ക് അത്രയൊരു ലൈൻസിന് അത്രയൊരു എന്താ പറയുക പ്രിസൈസ് ആയിട്ട് കിട്ടൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യാണ് അല്ലേ. നമ്മളതിൻ്റെ കേർവ്, അതായത് കേർവും ഈ ലൈൻസൊക്കെ ഒന്ന് നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മാർട്ട് ഡ്രോയിങ് ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യം വരച്ചത്, എന്നിട്ട് നമ്മൾ ആ സ്മാർട്ട് ഡ്രോയിങ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ കറക്റ്റ് നല്ലൊരു റെക്റ്റാങ്കിൾ ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പോ ലൈനോ എന്തെങ്കിലും വരച്ച് ഫ്രീ ഹാൻഡിൽ വരച്ചത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, സ്മാർട്ട് ഡ്രോയിങ് ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത് പറയാൻ പോകുന്നത് റെക്റ്റാങ്കിൾ ടൂൾ. എന്തായിരിക്കും റെക്റ്റാങ്കിൾ ടൂൾ എന്ന് പറഞ്ഞാൽ? റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചതുരം അല്ലേ, മലയാളത്തിൽ പറയുകയാണ് ചതുരം. അപ്പോൾ എന്തിനാ അത്, ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുക. അപ്പം കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്കത് വരയ്ക്കാൻ പറ്റും. പിന്നെ അതിൽ 2 ടൈപ്പിലുണ്ട്, 3 പോയിൻറ്റ് റെക്റ്റാങ്കിളും കൂടെ റെക്റ്റാങ്കിൾ ടൂളുണ്ട്. അപ്പം നമുക്ക് 3 പോയിൻറ്റ് റെക്റ്റാങ്കിൾ ടൂള് നമുക്ക്, അതായത് ഏതെങ്കിലും ഒരു കേർവ് റെക്റ്റാങ്കിൾ ഇങ്ങനെ ഒരു കോർണറിൽ മാത്രമൊക്കെ വരച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ ടൂള് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് എലിപ്സ്. എലിപ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് ഹാഫ് സർക്കിൾ വരയ്ക്കാനും സർക്കിളിനെയൊക്കെ ഇതാക്കാനും ഒക്കെ നമുക്ക് ആർക്ക് പോലെയൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടൂളാണ് ഉപയോഗിക്കുക. അപ്പം ഇതിലും 3 പോയിൻറ്റ് എലിപ്സ് ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൂളുകൾ ആ സൈഡിലുള്ള, ഞാൻ പറഞ്ഞല്ലോ വേർട്ടിക്കലായിട്ട് കൊടുത്തിട്ടുണ്ടാവും ലെഫ്റ്റ് സൈഡിൽ കോറിഡോയുടെ സോഫ്റ്റ്വെയറിൽ. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ടൂളിൽ കുറേ ടൂൾസ് അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് പോളിഗൺ. പോളിഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ്, ഈക്വൽ ആയിട്ടുള്ള 6 സൈഡുള്ളതിനെ നമ്മൾ പോളിഗൺ എന്ന് പറയുന്നത്. അപ്പം ആ പോളിഗണിന് ഒരു പോളിഗൺ ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, പോളിഗൺ ടൂൾ. ടു ചേഞ്ച് ദ ഷേപ്പ് ഓഫ് പോളിഗൺ, പോളിഗണിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂള് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് സ്റ്റാർ അല്ലെങ്കിൽ കോംപ്ലക്സ് സ്റ്റാർ. സാധാരണ സ്റ്റാർ വരയ്ക്കുക, അല്ലെങ്കിൽ കുറേ എഡ്ജസ് ഉള്ള സ്റ്റാർ ഉണ്ടല്ലോ, കോംപ്ലക്സ് സ്റ്റാർ. അപ്പോൾ അതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ സ്റ്റാർ ഓർ കോംപ്ലക്സ് സ്റ്റാർ ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് കാണാം. കോംപ്ലക്സ് സ്റ്റാർ ആണ് ഇത് നോർമൽ സ്റ്റാർ അല്ലേ, ഇത് കോംപ്ലക്സ് സ്റ്റാർ ടൂൾ. അപ്പം നമുക്ക് എത്രയാ 3 to 500 പോയിൻറ്റ്സ് വരെ നമുക്കിതിൽ വരയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് കോംപ്ലക്സ് സ്റ്റാർ ടൂളിലൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഷേപ്പ് ടൂളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് അല്ലേ, പല ഷേപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏത്, ഷേപ്പ് ടൂളുകൾ. അതിലുള്ളത് നമ്മളിപ്പം അതിന് മുന്നേ നമ്മൾ 2-3 ടൂൾസ് പറഞ്ഞു. പിന്നെ വന്നതാണ് സ്റ്റാർ ഓർ കോംപ്ലക്സ് സ്റ്റാർ ടൂൾ. അറിയാലോ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതേ ഷേപ്പിൽ സ്റ്റാർ അല്ലെങ്കിൽ കുറേ എഡ്ജസ് ഉള്ള സ്റ്റാർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്രാഫ് പേപ്പർ അറിയാലോ, നമ്മൾ ഗ്രാഫ് പോലത്തെ എന്തെങ്കിലും പിക്ചേഴ്സ് പോലെ വരയ്ക്കാനുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോറിഡോയിൽ ഇത് ഗ്രാഫ് പേപ്പർ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നമ്പർ ഓഫ് കോളംസ് വേണ്ടി വരും അല്ലേ. ഗ്രാഫ് അറിയാലോ, ഗ്രാഫ് പേപ്പർ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഗ്രാഫ് വരയ്ക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് കുറേ കോളം ആൻഡ് റോസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഗ്രാഫ് പേപ്പർ ടൂൾ ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഡ്രാഗ് ചെയ്തിട്ട് ഗ്രിഡുകൾ, ഓരോ ബോക്സ് വരയ്ക്കുമല്ലോ നമ്മൾ, അതിന് ഗ്രിഡുകൾ എന്ന് പറയാം. ഗ്രിഡൊക്കെ വരയ്ക്കാനും ഒക്കെ നമുക്ക് ഈ ടൂൾ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വേർട്ടിക്കൽ അത് അറിയാലോ, വേർട്ടിക്കൽ എത്ര ലൈൻസ് വേണം, ഹൊറിസോണ്ടൽ എത്ര ലൈൻസ് വേണം എന്നൊക്കെ അതിൽ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് ബേസിക് ഷേപ്സ് ആൻഡ് ഫ്ലോ ചാർട്ടും ഒക്കെ വരച്ചിട്ടുണ്ടാവും നിങ്ങൾ.
അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള കുറേ ഷേപ്സുകൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ ബേസിക് ഷേപ്സുകൾ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഇത് കുറേ ഷേപ്സ്. അപ്പം നമ്മൾ ഷേപ്സുകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള വരയ്ക്കാൻ വേണ്ടിയിട്ട് പോളിഗണ്ണും പിന്നെ ഏതൊക്കെയായിരുന്നു, സ്റ്റാർ ടൂൾ ഉപയോഗിക്കുന്നുണ്ട്, ഗ്രാഫ് പേപ്പർ ടൂൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഇതിൽ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറ്റും, ബാനേഴ്സ് വരയ്ക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ ഇതിൽ പല ഷേപ്പ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം നമുക്ക് അറിയുന്നുണ്ടെന്ന് പറയാൻ പറ്റൂ. ഇല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പം തിയറിയിലുള്ള ഇത് പറയാം, ഏതാ ഷോർട്ട് കട്ട് കീ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. അതൊക്കെയാണ് നിങ്ങൾക്ക് തിയറിയിൽ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ചെയ്യാനൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല, പക്ഷേ തിയറിയിലുള്ള പോയിൻറ്റ്സുകൾ ഷോർട്ട് കട്ട് കീ ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇതിൽ ടെക്സ്റ്റ് ടൂള്, നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ, ടെക്സ്റ്റ് എന്ന് അറിയാലോ, നമുക്കിങ്ങനെ ലെറ്റേഴ്സൊക്കെ ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ ടൂൾ ആവശ്യമുണ്ട്, ടെക്സ്റ്റ് ടൂള്. അപ്പം ആർട്ടിസ്റ്റിക് ടെക്സ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല എന്താ പറയുക ഡിസൈനിലൊക്കെ ആവശ്യം വരുന്നതാണ് അല്ലേ, ഹെഡിങ്സ് ഒക്കെ എഴുതുമ്പോഴും ഒക്കെ വേണം. പിന്നെ പാരഗ്രാഫ് ടെക്സ്റ്റ് ടൂൾ, പാരഗ്രാഫ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് അല്ലേ, അങ്ങനെ ആയിരിക്കും. പിന്നെ ഏതെങ്കിലും ഷേപ്പിൻ്റെ അകത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ നമുക്ക് ഓരോ മെത്തേഡുകളുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ടെക്സ്റ്റ് അതിനകത്ത് ചെയ്യേണ്ടി വരും. ഒരു ഷേപ്പിലാണെങ്കിൽ നമുക്ക് അതിനകത്ത് ടെക്സ്റ്റ് ചെയ്യേണ്ടി വരും. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് ഇടേണ്ടി വരും. അപ്പം നമ്മളിങ്ങനെ സാധാരണ നമുക്കറിയാലോ, നമ്മൾ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ വേണ്ടി വരും. പല മോഡലിൽ നമുക്ക് ആ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടെക്സ്റ്റ് ടൂള്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞാൽ F8 ആണ്, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് F8. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഷേപ്പ് ടൂളിൽ മെയിനായിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളൂ, റെക്റ്റാങ്കിൾ പിന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടൂൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഷോർട്ട് കട്ട് കീ ഉണ്ടെങ്കിൽ അത് ഏതാണ്. തിയറിയിലെ നോട്ട്സിൽ നമ്മൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ തിയറി നോട്ട്സ് തരുന്നത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.